കുട്ടികളെ ഇവിടെ നമ്മൾ കോണിക് സെക്ഷൻസ്, എലിപ്സ്, അല്ല സർക്കിള്, പരാബോള, എലിപ്സ് 3 തീർന്നു. ഈ ഒരു ഹൈപ്പർബോളയും കൂടെ ഉള്ളൂ. ഹൈപ്പർബോള ശരിക്കും എലിപ്സ് പോലെ തന്നെയാണ്, ചെറിയ മൈന്യൂട്ട് ഡിഫറൻസസേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് അതും കൂടി ഒന്ന് പറയാം. ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ എലിപ്സിൻ്റെ ഡെഫിനിഷൻ ഓർക്കുന്നുണ്ടല്ലോ. സം ഓഫ് ദ ഡിസ്റ്റൻസസ് ഫ്രം ടു ഫിക്സഡ് പോയിന്റ് ഈസ് എ കോൺസ്റ്റന്റ്. അന്നേരം ഞാൻ ഹൈപ്പർബോളയും കൂടെ പറഞ്ഞായിരുന്നു. അപ്പം ഹൈപ്പർബോള എന്ന് പറയുന്നത് ഷേപ്പ് ഓർക്കുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും 2 പരാബോള അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും. ചിലപ്പോൾ മേലോട്ടും താഴോട്ടും ആവാം. അപ്പോൾ എന്താണെങ്കിലും 2 ഫിക്സഡ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഹൈപ്പർബോളയുടെ ഡെഫിനിഷൻ ഇതാണ്: സെറ്റ് ഹോൾ പോയിന്റ്സ് ഇൻ വിച്ച് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസസ് ഫ്രം ടു ഫിക്സഡ് പോയിന്റ്സ്. ഡിഫറൻസ് അവിടെ സമ്മിൽ ഒരു ഡിഫറൻസാണ്. 2 ഫിക്സഡ് പോയിന്റ്സ്, ഇവിടെ F1 F2, ഇത് F1 ഇത് F2. ഇവിടെ ഒരു പോയിന്റ് എ എടുത്താൽ വലിയ ഡിസ്റ്റൻസ് AF2 അല്ലേ? AF2ൽ നിന്ന് AF1 സെപ്പറേറ്റ് ചെയ്യാം. അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇവിടെ ഒരു ബി എടുത്താൽ. വലിയ ഡിസ്റ്റൻസ് BF1 ആണ്. BF1 മൈനസ് BF2. ഇനി വേറൊരു പോയിന്റ് സി എടുത്താലും അങ്ങനെ തന്നെ വരും. അപ്പം ദ ഡെഫിനിഷൻ: സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ വിച്ച് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസസ് ഫ്രം ടു ഫിക്സഡ് പോയിന്റ്സ് ഈസ് എ കോൺസ്റ്റന്റ്. അവിടെ സമ്മിൽ വരെ എലിപ്സിൻ്റെ സമ്മായത്, ഇവിടെ ഡിഫറൻസ് ആണെന്നേ ഉള്ളൂ. അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഹൈപ്പർബോളയുടെ ഡെഫിനിഷൻ. ഇനി ഇപ്പോൾ നമുക്ക് കുറേ ടേംസ് ഇവിടെ ആയി. ആദ്യത്തേത് ഫിക്സഡ് പോയിന്റ്സ്. നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ ഫോസി. ഫിക്സഡ് പോയിന്റ്സ് ആർ കോൾഡ് ഫോസി. ഫിക്സഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ മിഡ് പോയിന്റ്, ദാറ്റ് ഈസ് കോൾഡ് സെന്റർ. നമ്മൾ എലിപ്സിൽ പറഞ്ഞ പോലെ അതേ ഡെഫിനിഷൻ, സെന്റർ. പിന്നെ ഈ ഫോസിയിൽ കൂടി പാസ് ചെയ്യുന്ന ലൈനില്ലേ, ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത് ദ ലൈൻ പാസിംഗ് ത്രൂ ദിസ് ഫോസി. ഈ ലൈനിന് പറയുന്നതിനാണ് അവിടെ നമ്മൾ മേജർ ആക്സിസ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇനി വരും ട്രാൻസ്വേഴ്സ് ആക്സിസ്. ട്രാൻസ്വേഴ്സ് ആക്സിസ് ടേംസിന് മാത്രം വ്യത്യാസം. മേജർ ആക്സിസിന്റെ സ്ഥാനത്ത് ട്രാൻസ്വേഴ്സ് ആക്സിസ് വന്നു. ഇനി ഈ ട്രാൻസ്വേഴ്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് സെന്ററിൽ കൂടി പോകുന്ന ലൈനിന് കോൺജുഗേറ്റ് ആക്സിസ്. കോൺജുഗേറ്റ് ആക്സിസ്. അപ്പോൾ മേജർ ആക്സിസിനും മൈനർ ആക്സിസിനും പകരം ഇവിടെ പറയുന്ന ട്രാൻസ്വേഴ്സ് ആക്സിസും കോൺജുഗേറ്റ് ആക്സിസുമാണ്. പിന്നെ മേജർ ട്രാൻസ്വേഴ്സ് ആക്സിസ് ഹൈപ്പർബോളയായിട്ട് കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിന് വെർട്ടിസസ്. അവിടെ പറഞ്ഞ അതേ ഡെഫിനേഷനിലെ വെർട്ടിസസ്. പിന്നെ എൻഡ്സ് ഓഫ് മൈനർ ആക്സിസ് ഒന്നുമില്ല ഇവിടെ, വെർട്ടിസസ് മാത്രമേ ഉള്ളൂ. ട്രാൻസ്വേഴ്സ് ആക്സിസും ഹൈപ്പർബോളയും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് വെർട്ടിസസ്. പിന്നെ ലാറ്റസ് റെക്ടം. ലാറ്റസ് റെക്ടം എന്ന് പറയുന്ന ഫോക്കസിൽ കൂടി ട്രാൻസ്വേഴ്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഈ ലൈൻ സെഗ്മെന്റ്, 2 ലൈൻ സെഗ്മെന്റ് കിട്ടും. ഇതാണ് ലാറ്റസ് റെക്ടം. പിന്നെ എക്സെൻട്രിസിറ്റി. എക്സെൻട്രിസിറ്റി നമ്മൾ പറഞ്ഞതുപോലെ സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ബൈ സെന്ററിൽ നിന്ന് വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ്. അവിടെ പറഞ്ഞത് C/A. C/A പറഞ്ഞ ഇക്വേഷൻ പറയണം. നമ്മൾ എലിപ്സിന്റെ അതേ ഡെഫിനേഷൻസ് ഒക്കെ തന്നെയാണ് ഇവിടെ. അപ്പോൾ ഹൈപ്പർബോളയുടെ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നു എന്നേ ഉള്ളൂ. മറ്റേ എലിപ്സ് ക്ലോസ്ഡ് ആയിരുന്നു, ഹൈപ്പർബോള പക്ഷെ അത് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് അതിൻ്റെ ബേസിക് ടേംസ് ഒക്കെ. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് എയും ബിയും സിയും ഉണ്ട്. എയും ബിയും ഇക്വേഷനിൽ തരുന്നത് വലുത് എ എന്ന് പറയാൻ പറ്റത്തില്ല. ഹൈപ്പർബോളയിൽ ഫസ്റ്റ് വരുന്നതാണ് എ. ഹൈപ്പർബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ 2 ഉണ്ട്. ആദ്യത്തേത് x² + പ്ലസ് അല്ല മൈനസ് ആയിട്ട് y² / b² = 1. x² / a² - y² / b² = 1. അതൊരെണ്ണം. ഇനി അടുത്തത് വന്ന് ആദ്യം വരുന്നതാണ് എ. ഇവിടെ x² അല്ലേ ആദ്യം വന്നത്. അടുത്തതിൽ y² ആദ്യം വന്നാൽ താഴെ വരുന്ന a² - x² / b² = 1. ഇവിടെ എയും ബിയും വലുത് ചെറുതായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ചില കേസിൽ എ ആയിരിക്കും വലുത്, ചില കേസിൽ ബി ആയിരിക്കും വലുത്. അത് ഏത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. ഇവിടെ എ ഐഡന്റിഫൈ ചെയ്യുന്ന ഫസ്റ്റ് വൺ ഈസ് ദ എ. ആദ്യം വരുന്നതാണ് എ. x² / a വരുവാണെങ്കിൽ അതിൻ്റെ കൂടെയാണ് എ. y² ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ കൂടെയാണ് എ. ഫസ്റ്റ് വരുന്നതാണ് എ. ഇവിടെ മൈനസ് അല്ലേ, അപ്പോൾ ഫസ്റ്റ് വരുന്നതാണ് എ. പിന്നെ ഈ പരാബോള x² / a² എന്ന് പറയുമ്പോൾ മെയിൻ ആക്സിസ് ട്രാൻസ്വേഴ്സ് ആക്സിസ് x ആക്സിസ് വരും. ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഈ കേസിലെ ഹൈപ്പർബോള. ഇത് 2 പോയിന്റ്. ഈ പോയിന്റ് എന്ന് പറയുന്ന ഇത് A0, ഇത് -A0, സെന്റർ 0. സെന്റർ x ആക്സിസ് y ആക്സിസ്, x ആക്സിസ് ഇത് y ആക്സിസ്, ഇത് സെന്റർ 0.
അപ്പോൾ വെർട്ടിസസ് A0 മൈനസ് A0 വരും. ഇവിടെ ഫോക്കസ് C0. ടേംസിനൊന്നും വ്യത്യാസമില്ല. വെർട്ടെക്സ് എയുമായിട്ട് കണക്റ്റഡ്, ഫോക്കസ് സിയുമായിട്ട് കണക്റ്റഡ്. ഇവിടെ മൈനസ് C0. അത് ഞാൻ പറഞ്ഞ വേറെ വ്യത്യാസമൊന്നുമില്ല, എലിപ്സ് തന്നെയാണ് ഹൈപ്പർബോള. ഈ ഇക്വേഷന് ചെറിയ വ്യത്യാസം, ഷേപ്പിന് ചെറിയ വ്യത്യാസം, പിന്നെ മേജർ ആക്സിസ് മൈനർ ആക്സിസ് പറയുന്നതിൽ വ്യത്യാസം. മേജർ ആക്സിന് വരെ ട്രാൻസ്വേഴ്സ്, മൈനർ ആക്സിന് വരെ കോഞ്ചുഗേറ്റ്, അത്രയേ ഉള്ളൂ വ്യത്യാസങ്ങൾ. ബാക്കിയൊക്കെ സെയിം ആണ്. വെർട്ടിസസ് എയുമായിട്ട് കണക്റ്റഡ്, ഫോക്കസ് സിയുമായിട്ട് കണക്റ്റഡ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, എയുടെ ലെങ്ത് ഇവിടെ തൊട്ട് ഇവിടെ വരെയേ ഉള്ളൂ, പക്ഷെ സിയുടെ ലെങ്ത് ഇവിടെ തൊട്ട് ഇവിടെ വരും. അപ്പോൾ സി ആണ് വലുത്. അപ്പോൾ ഹൈപ്പർബോളയിൽ സി ഈസ് ദ ലാർജസ്റ്റ്, അതാ ശ്രദ്ധിക്കാം. എലിപ്സിൽ എ ആണ് ലാർജസ്റ്റ്. ഈ ഹൈപ്പർബോളയിൽ സി ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് എ ഈസ് ദ ഫസ്റ്റ് വൺ. എ ഐഡന്റിഫൈ ആണല്ലോ, എ ഫസ്റ്റ് വരുന്നത് എ, സി വലുത്, സി വലുത്, എ ആദ്യം വരുന്നത്. അത് ഓർത്തിരിക്കാം. ഇനി ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും വൈ ആക്സിസ് ആണ് മെയിൻ ആക്സിസ്. അപ്പം ഇങ്ങനെ വൈ ആക്സിൻ്റെ അവിടെ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് വൈ ആക്സിസ് വരും, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇത് ഒറിജിൻ 0. അപ്പം വെർട്ടിസസ് 0 എ ആണ്, വൈ കോർഡിനേറ്റ് ആയി വരുന്നത്. ഇവിടെ 0 മൈനസ് എ വരും. ഫോക്കസ് വരുമ്പോഴും അതുപോലെ തന്നെ 0 സി, 0 മൈനസ് സി. എ ഇവിടെ സി ആണ് വരുന്നത്. സി ഇസ് ദ ലാർജസ്റ്റ്. അപ്പോൾ സി സ്കോർ കാണുമ്പോൾ എ സ്കോറും ബി സ്കോറും ആഡ് ചെയ്യുക. വലുത് കാണുമ്പോഴല്ലേ ആഡ് ചെയ്യല്ലേ, പൈതഗോറിയൻ റിലേഷൻ. എ സ്കോർ കാണണമെങ്കിൽ വലിയ സി സ്കോറിൽ നിന്ന് ബി സ്കോർ സെപ്പറേറ്റ് ചെയ്യുക, ബി സ്കോർ ആണെങ്കിൽ വലിയ സി സ്കോറിൽ നിന്ന് എ സ്കോർ സെപ്പറേറ്റ് ചെയ്യുക. ഇത് ഓർത്താൽ മതി, സി ആണ് വലുത്. അപ്പം വലുത് കാണുമ്പോൾ ആഡ് ചെയ്യുക. ഹൈപ്പർബോളയിൽ സി വലുത്, എലിപ്സിൽ എ വലുത്. ഹൈപ്പർബോളയിൽ എ ഫസ്റ്റ് വലുത്. ഇത് ഓർത്തിരിക്കാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ. ഇനി നമ്മുടെ കോളം വരച്ച് ഹൈപ്പർബോള കോളം കാര്യങ്ങളെല്ലാം എഴുതണം. മുമ്പേ കഴിഞ്ഞ ദിവസം എലിപ്സിൽ എഴുതിയ പോലെ ഹൈപ്പർബോള അടുത്തത് x² - y² b² = 1 അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ് ആക്സിസിൽ വരുന്നു. അടുത്തത് y² a², വൈയുടെ ഒപ്പം എ വരുന്നു. y² a² - x² b² = 1. അവിടെ എന്ന് പറയുമ്പോൾ വൈ ആക്സിസിലാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. ഇവിടെ വെർട്ടിസസും ഫോക്കസും ഒക്കെ വൈ ആക്സിസിൽ വരും, ഇവിടെ വെർട്ടിസസും ഫോക്കസും ഒക്കെ എക്സ് ആക്സിസിൽ വരും. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഓരോന്ന് എഴുതിയാൽ മതി. സെന്റർ രണ്ടിടത്തും 0 0, മാറ്റമൊന്നുമില്ല. വെർട്ടിസസ് എയുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവിടെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരും, A0. ഇവിടെ ആണെങ്കിൽ വൈയിലാണ് വന്നിട്ടില്ല, എയുമായിട്ട് കണക്റ്റഡ് ആണ്, +or-a. ഇനി ഫോസി സിയുമായിട്ട് കണക്റ്റഡ്. ഇവിടെ എക്സ് ആക്സിസിൽ, അപ്പം +or- C0. ഇവിടെ വൈ ആക്സിസിൽ 0 +or-c. ഇനി ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ്, ലെങ്ത് ഓഫ് കോഞ്ചുഗേറ്റ് ആക്സിസ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. ട്രാൻസ്വേഴ്സ് ആക്സിസ് മേജർ ആക്സിസ് പോലെ തന്നെ ലെങ്ത് സെയിം 2a, രണ്ടിടത്തും 2a. ഇനി കോഞ്ചുഗേറ്റ്, ലെങ്ത് ഓഫ് കോഞ്ചുഗേറ്റ് ആക്സിസ് മൈനർ ആക്സിസ് 2b. ലാറ്റസ് റെക്ടം സെയിം, ലാറ്റസ് റെക്ടം 2 × d²/a. അതിനൊന്നും മാറ്റമൊന്നുമില്ല, 2 × d²/a, അതൊക്കെ സെയിം. ലാറ്റസ് റെക്ടം സെയിം. ഇനി എന്നാ എക്സെൻട്രിസിറ്റി c/a. എലിപ്സിൻ്റെ അതേ കോളങ്ങൾ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ അതുപോലൊക്കെ തന്നെ നമുക്ക് നോക്കാം. പ്രോബ്ലത്തിലേക്ക് പോകാം. ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കണം. ഫൈൻഡ് സെന്റർ, വെർട്ടിസസ്, ഫോസി, ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ്, ലെങ്ത് ഓഫ് കോഞ്ചുഗേറ്റ് ആക്സിസ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ആൻഡ് എക്സെൻട്രിസിറ്റി ഓഫ് ദ ഫോളോയിങ് ഹൈപ്പർബോളാസ്. തന്നേക്കുന്ന ഹൈപ്പർബോളയുടെ എല്ലാം ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ഇക്വേഷൻ എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുക. തിരിച്ച് ഇതിൽ ഏതെങ്കിലും 1-2 സംഗതികൾ വന്നിട്ട് ഇക്വേഷൻ കാണാൻ 2 രീതിയിലും ചോദിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. x² / 60
മൈനസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. ഓക്കെ, ഫസ്റ്റ് വന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയറിന്റെ ആദ്യം വരുന്നതാണ് എ, അത് ഓർത്തുക. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ ഫോം ഒന്നും ആലോചിക്കുക. ഇക്വേഷൻ ഓഫ് ദ ഫോം എക്സ് സ്ക്വയർ ബൈ ആദ്യം വരുന്ന എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ നമ്മുടെ പരാബോള അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ് ആക്സിസിലാണ്. പരാബോള അല്ലേ ലിപ്സ്, ഹൈപ്പർബോള എക്സ് ആക്സിസിൽ വരും. ഇതാണ് നമ്മുടെ ഹൈപ്പർബോള. ഇക്വേഷൻ ഓഫ് ദ ഫോം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. ആദ്യം വരുന്നതാണ് എ, ഓർക്കണം. എലിപ്സിലെ വലുതാണ് എ, മാറിപ്പോയത്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. എ സ്ക്വയറിന്റെ സ്ഥാനത്ത് 16, എ ഈക്വൽ ടു √16 4 വരും. ബി സ്ക്വയറിന്റെ സ്ഥാനത്ത് 9, അപ്പം ബി എന്ന് പറയുന്നത് √9 3 വരും. സി വേണം പൊസിയൊക്കെ ആണെങ്കിൽ. സി സ്ക്വയർ ഈക്വൽ ടു ആഡ് ചെയ്യണം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സി അല്ലേ വലുത്, ആഡ് ചെയ്യണം. അപ്പോൾ 16 + 9 25 വരും. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ √25 വരും, 5 വരും. ഈ എല്ലാ കാര്യങ്ങളും എഴുതിയത്. സെൻറ്റർ 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 എന്ന് പറയുന്ന 0 0. വെർട്ടിസസ് നോക്കുക, എക്സ് ആക്സിസിലാണ്. എക്സ് ആക്സിസിൽ വരുമ്പോൾ വെർട്ടിസസ് എയുമായിട്ട് കണക്റ്റഡ് ആണ്. എക്സ് കോർഡിനേറ്റ് ആയിട്ട് എ വരണം. +or-a0, അതായത് +or-a എന്ന് പറയുന്നത് 4 0. ഫോസിയും എക്സ് ആക്സിസിലാണ്. ഫോസിയിലെ സി ആണ്, എക്സ് കോർഡിനേറ്റ് ആയിട്ട് സി വരണം. +or-c0, +or-c എന്ന് പറയുന്നത് 5 0. ഇനി ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ്, ലെങ്ത് ഒക്കെ കണ്ടുപിടിച്ചാൽ മതി. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് ഈക്വൽ ടു 2a. 2 × a എത്രയാ? 4, a2. ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ്, ഈക്വൽ ടു കോൺജുഗേറ്റ് ആക്സിസിന്റെ ലെങ്ത് എന്താണ്? 2b. 2 × b യുടെ വാല്യൂ 3 ഈക്വൽ ടു 6. ലെങ്ത് ഓഫ് ലാറ്റിസ് വെക്റ്റർ, ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം 2 × b സ്ക്വയർ ബൈ a അല്ലേ? 2 × b സ്ക്വയറിന്റെ വാല്യൂ 9 ബൈ a യുടെ വാല്യൂ 4. 2 ഉം 4 ഉം കൂടെ വെട്ടാം, ഡിവൈഡഡ് ബൈ 2 വരും, 9/2 കിട്ടും. എക്സെൻട്രിസിറ്റി E ഈക്വൽ ടു c ബൈ a. c യുടെ വാല്യൂ 5 ബൈ a യുടെ വാല്യൂ 4. ഇവിടെ എയില് എ വരുന്നത് ബി ചെറുതൊന്നുമില്ല കേട്ടോ, തിരിഞ്ഞു വേണമെങ്കിൽ വരാം. എ 3 ഉം ബി 4 ഉം വരാം, അതൊന്നും കുഴപ്പമില്ല. സി ആണ് വരുന്നത്, അത് ഓർക്കണം. ഓക്കെ, നമ്മൾ എലിപ്സ് കണ്ടതുപോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. 5y² - 9x². 5y² - 9x² ഈക്വൽ ടു 36. ഈ എലിപ്സിന്റെ ഈ സംഗതികളെല്ലാം കണ്ടുപിടിക്കണം. ഇത് കണ്ടാൽ നിങ്ങൾക്ക് എലിപ്സ് ആയിട്ട് തോന്നുന്നില്ല, പക്ഷെ ഇതുപോലെ നമ്മൾ എലിപ്സ് അല്ല, ഹൈപ്പർബോള പറയുന്ന മാറിപ്പോന്ന. ഇത് കണ്ടാൽ ഹൈപ്പർബോളയാണെന്ന് നമുക്ക് തോന്നത്തില്ല, പക്ഷേ ഹൈപ്പർബോളയാണ്. ഹൈപ്പർബോളം തന്നിട്ടുണ്ട്. എലിപ്സിൽ ഇതുപോലെ നമ്മൾ ചെയ്തത അല്ലേ? അപ്പോൾ റൈറ്റ് സൈഡ് 1 ആക്കിയാൽ മതി. അപ്പോൾ ഓക്കെയോ? റൈറ്റ് സൈഡിൽ 36 അല്ലേ, അത് 1 ആക്കിയാൽ മതി. 36 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. എല്ലാത്തിനെയും 36 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പം 5y² ബൈ 36 മൈനസ് 9x² ബൈ 36 ഈക്വൽ ടു 36/36 ഇങ്ങനെ വരും. അപ്പം 5 ഉം 36ഉം കൂടെ നമുക്ക് വെട്ടാൻ പറ്റത്തില്ല. അതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഒന്ന് കേട്ടോ 5നെ താഴോട്ട് കൊണ്ടുവരാം. y² ബൈ 36/5 കൊണ്ടുവരാം. കണ്ടോ, ഏതായാലും 5 മേളിലിടുന്ന താഴോട്ട് കൊണ്ടുവരിക. ഹോൾ ഡിവൈഡഡ് ബൈ ആക്കിയാൽ മതി. ഇതുപോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ അകത്ത് ഇന്റർസെപ്റ്റ് ഫോമിൽ മാറ്റിയിട്ടില്ലേ, അപ്പോൾ 5നെ താഴോട്ട് കൊണ്ടുവരിക. 36/5 എന്നിട്ടാണ് 36/5നെ ഡിവൈഡ് ചെയ്ത് പോയിന്റ് ആക്കി വേണമെങ്കിലും എഴുതാം, അപ്പോൾ കുഴപ്പമില്ല. മൈനസ് x² ബൈ 9ഉം 36ഉം കൂടെ വെട്ടുമ്പോൾ 4 വരും. x² ബൈ 4, 9 × 4 അല്ലേ 36, 9ഉം 36ഉം കൂടെ വെട്ടി താഴെ 4 വരും, ഈക്വൽ ടു 1. ഇതിപ്പോൾ ആ ഫോമിൽ വന്നില്ലേ? ഇതിപ്പോൾ ഏത് ഫോമിലാ? y² ബൈ a². ആദ്യം വരുന്നതാണ് a, അത് ഓർക്കണം. മൈനസ് x² ബൈ b² ഈക്വൽ ടു 1 ഫോമിൽ വന്നു. അപ്പം
എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എത്രയാണ് വന്നേക്കുന്നത്? 36/5. വേണമെങ്കിൽ പോയിന്റ് ആക്കി എഴുതിക്കും. പോയിന്റ് ആക്കി എഴുതിയെന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 36/5 എത്ര വരും? പോയിന്റ് ആക്കിയത് 5-ലെ 7.2 വരില്ലേ? 7.2 വരും എ സ്ക്വയർ. അപ്പം എ എന്ന് പറയുന്നത് √7.2 എന്ന് എഴുതാൻ വേണം. എ സ്ക്വയർ 7.2, എ എന്ന് പറയുമ്പോൾ √7.2, അങ്ങനെ വേണം എഴുതാം, പോയിന്റ് ആക്കി എഴുതാം. ഇനി ബി സ്ക്വയർ എന്ന് പറയുന്നത് 4, അപ്പം ബി എന്ന് പറയുന്നത് √4(2) വരും. ഇനി സി സ്ക്വയർ = എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ? അതിന് നമുക്ക് എ സ്ക്വയറിൻ്റെ വാല്യൂ 7.2 പ്ലസ് ബി സ്ക്വയറിൻ്റെ വാല്യൂ 4, അപ്പം 11.2 വരും. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ √11.2 വരും. അങ്ങനെ എഴുതാം, പോയിന്റ് ആക്കി എഴുതാം, അതാണ് നല്ലത്. ഇനി ഇതോരോന്ന് എഴുതിയാൽ സെൻറ്റർ ഇതെല്ലാം എഴുതുക. സെൻറ്റർ 0 മാറ്റമൊന്നുമില്ല. വെർട്ടിസസ് ശ്രദ്ധിക്കുക. വെർട്ടിസസ് ഇത് നോക്കുക, വൈ ആക്സിസിലാണ്. y²/a² എന്നില്ലേ? വൈ ആക്സിസിലാണ് എയും സിയും ഒക്കെ വന്നേക്കുന്നത്. വെർട്ടിസസും ഫോക്കസും ഒക്കെ വൈ ആക്സിസിലാണ് വന്നേക്കുന്നത്. വെർട്ടിസസ് എന്ന് പറയുമ്പോൾ വൈ കോർഡിനേറ്റ് ആയിട്ട് എ വരണം. അപ്പോൾ 0 ± a എന്ന് പറഞ്ഞാൽ √7.2. അടുത്ത ഫൊസി എന്ന് പറയുന്നത് 0 ± c വരും. 0 ± c എന്ന് പറഞ്ഞാൽ √11.2. മനസ്സിലായി? ഇനി ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സ്, കോൺജുഗേറ്റ് ആക്സ് ഇതെല്ലാം എഴുതാം. ട്രാൻസ്വേഴ്സ് ആക്സിൻ്റെ ലെങ്ത് 2a, 2 × √7.2, 2a, 2√7.2. കോൺജുഗേറ്റ് ആക്സ് 2b ആണ്. ബിയുടെ വാല്യൂ 2 × 2 4 വരും. ഇനി ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2b²/a, 2 × b² എന്ന് പറയുന്നത് 4/a എന്ന് പറയുന്നത് √7.2, അതായത് 8/√7.2. ഈ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ c/a, സിയുടെ വാല്യൂ √11.2 എയുടെ വാല്യൂ എത്രയാണ്? √7.2. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പം ഡയറക്റ്റ് ഹൈപ്പർബോളയുടെ ഫോം അല്ലെങ്കിൽ റൈറ്റ് സൈഡ് 1 ആക്കിക്കൊണ്ട് ഹൈപ്പർബോളയുടെ ഫോമിലേക്ക് കൊണ്ടുവന്ന് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ തന്നാൽ ഈ കാര്യങ്ങളെല്ലാം എഴുതാൻ പഠിച്ചല്ലോ. ഇനി ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒക്കെ തന്നിട്ട് തിരിച്ച് ഇക്വേഷൻ എഴുതാനായിട്ട് find equations of the following hyperbolas. ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ആദ്യം തന്നേക്കുന്നത് വെർട്ടിസസും ഫൊസിയുമാണ്. വെർട്ടിസസും ഫൊസിയും തന്നിട്ടുണ്ട്. വെർട്ടിസസ് 0 ± 5. ഇത് വെർട്ടിസസ്. ഫൊസി 0 വെർട്ടിസസ് എവിടെയാണോ അവിടെ തന്നെ ഫൊസിയും വരും. ഫൊസി 0 ± 8. അപ്പോൾ നമുക്ക് വെർട്ടിസസും ഫൊസിയും ഏത് ആക്സിസിലാണ് വന്നേക്കുന്നത്? വെർട്ടിസസ് ആൻഡ് ഫൊസി ഓൺ നോക്കാം വൈ ആക്സിസിലാണ്. വൈ ആക്സിസിൽ വരുമ്പോൾ ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോള എന്ന് പറയുന്ന ആദ്യം y വരണം. y²/a² -x²/b² = 1. ഇതാണ് ഹൈപ്പർബോള. മാറിപ്പോയത് വൈ ആക്സിസിൽ ഫൊസിയും വെർട്ടിസസും വന്നാൽ y²/a² എന്ന് തുടങ്ങണം. -x²/b² = 1. അത് ശ്രദ്ധിച്ചോണം. ഇനി നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എ ബി കണ്ടുപിടിച്ച് കൊടുത്താൽ മതി. വെർട്ടിസസ് തന്നിട്ടുണ്ട്. വെർട്ടിസസ് അതിന് നമുക്ക് 0 ± a എന്ന് എഴുതാം. വെർട്ടിസസ് എയുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. 0 ± 5. അപ്പോൾ എ 5 ആണ്. a² 25 വരും. 5ന്റെ സ്ക്വയർ 25 വരും. എ കിട്ടി, a² കിട്ടി. ഇനി നമുക്ക് തന്നെ ഫൊസിയാണ്. ഫൊസി ഏതുമായിട്ട് കണക്റ്റഡാ? സി ആയിട്ട്. 0 ± c ആണ്. അത് 0 ± 8 ആണ്. അപ്പോൾ സി കിട്ടി 8. c² 8ന്റെ സ്ക്വയർ 64 വരും. അപ്പോൾ a² c² കിട്ടി. b² കണ്ടുപിടിച്ചാൽ മതി. b² = ഇവിടെ വരുന്നത് c ആണ്. c² - a² ഓർക്കണം. = c² എന്ന് പറഞ്ഞാൽ 64 - a² എന്ന് വെച്ചാൽ 25. 64 ന് 25 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 39. ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുത്താൽ പോരെ? ഇക്വേഷൻ നമ്പർ 1 പ്ലേസ് y²/a², a² 25 -x²/b², b² 39. കണ്ടോ, b² വലുത്. അപ്പോൾ ഇവിടെ എ ബി ഏതാ വലുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് വേണേലും വലുത് വരാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫൊസി ± 5 0. ഫൊസി ± 5 0. പിന്നെ തന്നിരുന്നത് ട്രാൻസ്വേഴ്സ് ആക്സിസ് ഓഫ് ലെങ്ത് 8. ട്രാൻസ്വേഴ്സ് ആക്സിസ് ഓഫ് ലെങ്ത്. ട്രാൻസ്വേഴ്സ്
ആക്സിസ് ഓഫ് ലെങ്ത് 8. ട്രാൻസ്വേഴ്സ് ആക്സിസിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 8. ഫോസിയും ട്രാൻസ്വേഴ്സ് ആക്സിസിന്റെ ലെങ്തുമാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. നോക്കിയാൽ ഫോസി എവിടെയാണ് വന്നിരിക്കുന്നത്? ഫോസിയോൺ എക്സ് ആക്സിസ്. ഫോസിയോൺ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ വരുമ്പോൾ ഇക്വേഷൻ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എക്സ് സ്ക്വയറിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എ സ്ക്വയറിൽ ആദ്യം വരുന്നത് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇക്വൽ ടു. ഇതാണ് ഇക്വേഷൻ. ഫോസി എക്സ് ആക്സിസിൽ വരുമ്പോൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ വരണം. വെർട്ടിസസ് വന്നാലും അങ്ങനെ തന്നെ. ഇനി നമുക്ക് എയും ബിയും കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അതിനായിട്ട് ഫോസി തന്നിട്ടുണ്ട്. ഫോസി സിയുമായിട്ട് കണക്റ്റഡ് ആണ്. ആദ്യമാണ് സി. പ്ലസ് ഓർ മൈനസ് സി 0 തന്നിട്ടുണ്ട്. പ്ലസ് ഓർ മൈനസ് 5 0. അപ്പോൾ സി കിട്ടി 5. സി സ്ക്വയർ 5ന്റെ സ്ക്വയർ 25. ഇനി ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് ആണ്. ട്രാൻസ്വേഴ്സ് ആക്സിസിന്റെ ലെങ്തിന്റെ ഇക്വേഷൻ എന്നാ? 2a. 2a തന്നിട്ടുണ്ട്. 2a = 8. a കിട്ടി 8/2 4. a സ്ക്വയർ കിട്ടും 4 സ്ക്വയർ 16. a സ്ക്വയറും സി സ്ക്വയറും കിട്ടും. ബി സ്ക്വയർ ആണ് വേണ്ടത്. ബി സ്ക്വയർ = സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. തെറ്റിപ്പോയത് സി സ്ക്വയർ ആണല്ലോ. അപ്പോൾ 25 മൈനസ് 60. 25 മൈനസ് എ സ്ക്വയർ 16 അല്ലേ? 25 16 + 9. ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുക്കുക. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ വന്ന് 60 മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ വരുമ്പോൾ 9 = 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഒരു ദിവസം വെർട്ടിസസും എക്സെൻട്രിസിറ്റിയും തന്നിട്ടുണ്ട്. വെർട്ടിസസും എക്സെൻട്രിസിറ്റിയും തന്നിട്ടുണ്ട്. വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് 7 0. എക്സെൻട്രിസിറ്റി ഇ തന്നിട്ടുണ്ട് 4/3. ഈ രണ്ട് സംഗതികൾ തന്നിരിക്കുന്നു, വെർട്ടിസസും എക്സെൻട്രിസിറ്റിയും. നോക്കിയേ, വെർട്ടിസസ് എവിടെയാണ് വന്നിരിക്കുന്നത്? വെർട്ടിസസ് ഓൺ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ വന്നാൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയറിൽ തുടങ്ങാം ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ = 1. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് വെർട്ടിസസ് തന്നിട്ടുണ്ട്. വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് എ 0. അത് പ്ലസ് ഓർ മൈനസ് 7 0 ആണ്. എ കിട്ടി 7. എ സ്ക്വയർ 49. എ 7 കിട്ടി. എ സ്ക്വയർ 49 കിട്ടി. ഇനി നമുക്ക് എക്സെൻട്രിസിറ്റി ഇ ആണ് തന്നിരിക്കുന്നത്. എക്സെൻട്രിസിറ്റി ഇ = 4/3. ഇയുടെ ഇക്വേഷൻ എക്സെൻട്രിസിറ്റി ഇ എന്ന് പറഞ്ഞാൽ സി ബൈ എ ആണ്. സി ബൈ എ = 4/3. എയുടെ വാല്യൂ നമുക്ക് കിട്ടി 7. എക്ക് വാല്യൂ 7 കൊടുക്കുക. പലരും ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കും സിക്ക് 4 എക്ക് 3 എന്ന് കൊടുക്കും. സി = 4 എ = 3. അങ്ങനെ കൊടുത്താൽ ശരിയാണോ? എക്ക് നമുക്ക് 7 നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ തെറ്റാ. അപ്പോൾ അങ്ങനെ എഴുതാൻ പാടില്ല. സി ബൈ 7 = 4/3. സി ബൈ 7 = 4/3. 7ന് നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. ഡിവൈഡഡ് ബൈ 7 ആണ്. റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എന്താവും? × 7 ആവും. അപ്പോൾ നമുക്ക് സി = 4/3 × 7 എഴുതാം. അതായത് 4/3 × 7 വരുമ്പോൾ 28/3 വരും. സി 28/3. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പോയിന്റ് ആക്കാം. പോയിന്റ് ആക്കി വേണേൽ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. 28/3 എന്ന് പറയുമ്പോൾ എത്ര വരും? 9.3 വരും. 9.33 എക്സെട്രാ വരും. 9.3 വരും. അപ്പോൾ സി സ്ക്വയർ എന്ന് പറയുമ്പോൾ 9.3യുടെ സ്ക്വയർ. അത് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കണം എത്ര വരുമെന്ന്. ഞാനത് ഫ്രാക്ഷൻ വെച്ചാണ് ചെയ്തിരുന്നത്. ഈ 28/3 ഇട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പം നിങ്ങളത് കാൽക്കുലേറ്റർ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി ബി സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ കിട്ടി, സി സ്ക്വയറും കിട്ടി. ബി സ്ക്വയർ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ അല്ലേ? സി സ്ക്വയറിൻ്റെ വാല്യൂ 9.3യുടെ സ്ക്വയർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 9.3യുടെ സ്ക്വയർ കാണുക മൈനസ് എ സ്ക്വയർ നമുക്ക് 49 കിട്ടിയിട്ടുണ്ട്. ഇത് എത്രയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാം. ഈ കിട്ടുന്ന വാല്യൂ എ സ്ക്വയറിൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. ആ രണ്ട് വാല്യൂ എ സ്ക്വയറിൻ്റെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആൻസർ കിട്ടും. ഇത്രയും കാര്യങ്ങൾ ഹൈപ്പർബോളയിലുള്ളൂ. വളരെ എളുപ്പമാണ്. എലിപ്സ് ചെയ്യുന്നത് ഹൈപ്പർബോള പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് പഠിക്കുക. ഇതോടെ നമ്മുടെ ഈ ചാപ്റ്റർ കോണിക് സെഷൻ കഴിഞ്ഞു. 4 കോണിക് സെഷനുമായി സർക്കിള്, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു.